ഇവിടെ ശ്രീനാരായണ ധർമ്മ മാനവ ട്രസ്റ്റ് എന്ന് പറയുന്ന ശ്രീനാരായണ മറ്റൊരു സംഘടന അവരുടെ ഒരു പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭയിൽ തീയ സമുദായത്തിൽപ്പെട്ട വി മുരളീധരൻ മന്ത്രിയായിരുന്നു. ഇത്തവണ ഒരു നായരെയും സുറിയാനി ക്രിസ്ത്യാനിയുമാണ് തിരഞ്ഞെടുത്തത്. NDA മുന്നണി നായർ സുറിയാനി പ്രീണനം നടത്തുകയാണെന്ന ആരോപണം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിട്ടില്ലല്ലോ. രാജ്യസഭാ സീറ്റിൽ 5 മുസ്ലിങ്ങൾക്ക് ശേഷം 5 ഹിന്ദുക്കളെ നിശ്ചയിച്ച് അത് മുഴുവൻ നായന്മാർക്ക് നൽകിയാൽ വെള്ളാപ്പള്ളി നടേശന് തൃപ്തിയാകുമോ? ഇദ്ദേഹം ഹിന്ദുക്കളുടെ നേതാവാണോ അതോ ഈഴവ തീയ സമുദായ നേതാവാണോ? തുടങ്ങിയും അവർ ആ സമുദായത്തിനുള്ളിൽ തന്നെ അതിനോട് വിയോജിപ്പ് ഉയരുന്നുണ്ട്. അതിനെ കാണേണ്ടത് അങ്ങനെയാണോ? അതിനെ കാണേണ്ടത് ഈ പറഞ്ഞ പ്രാതിനിധ്യ കണക്കുകൾ വെച്ച് കീറിമുറിച്ച് കാണേണ്ടതാണോ? അതോ വെള്ളാപ്പള്ളി നടേശൻ ഈ വർഗീയത, നേരത്തെ ശ്രീ ആറിയോ പറഞ്ഞതുപോലെ അന്ന് മാൻഹോളിൽ വീണ് മരിച്ച ഒരു മനുഷ്യന്റെ പേര് നോക്കി വർഗീയത പറയുന്നത് നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൊക്കെ ആണെങ്കിലും വർഗീയത പറയൽ വെള്ളാപ്പള്ളിക്ക് പുതുമയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു സംഘപരിവാർ ചിന്താധാരയുടെ ഭാഗമെന്ന് കരുതി തള്ളണോ? അതോ വാഹിദ് പറയും പോലെ സർക്കാർ ഒരു ധവളപത്രം ഇറക്കി ഇതിന് ഈ പറയുന്ന ഓരോരോ ജാതി വിഭാഗങ്ങൾക്ക്, മതങ്ങൾക്ക്, പട്ടികജാതിക്ക് പട്ടികവർഗം ഇത്ര കിട്ടി എന്ന് ധവളപത്രത്തിൻ്റെ ഒരു സീരിയസ്നെസ് ഇതിലുണ്ടോ ദിനു? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വായിക്കുന്നത് ആത്മോപദേശ ശതകമല്ലെന്നും അദ്ദേഹം വായിക്കുന്നത് വിചാരധാരയാണെന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ ജാതിഭേദം, മതദ്വേഷം പാടില്ലെന്നും സോദരത്തേന ഫ്രറ്റേണിറ്റിയോടുകൂടി മനുഷ്യർ ഒന്നിച്ച് വാഴണമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളല്ല വെള്ളാപ്പള്ളി നടേശൻ ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം ഒരു ശ്രീനാരായണീയനേ അല്ല. അദ്ദേഹത്തിന് മികച്ചത് BJPയിലോ RSSലോ പോയി അഭയം തേടുന്നതാണ് മികച്ചതെന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു RSS കാര്യവാഹകന്റെ നിലയിലേക്ക് തരം താണുപോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം നടത്തുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ നിന്ദയാണ് അദ്ദേഹം നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾക്ക് മുന്നിലുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഡാറ്റ എന്താണ് പറയുന്നത്? ഈഴവർക്കും SC/ST വിഭാഗങ്ങൾക്കും പിന്നോക്ക ഹിന്ദു സമുദായത്തിലെ ആളുകൾക്കും തീർച്ചയായിട്ടും പ്രാതിനിധ്യ കുറവുണ്ട് എന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഈ പ്രാതിനിധ്യ കുറവ് വരുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര മന്ത്രിസഭയ്ക്കകത്ത് 20 കോടി ഇന്ത്യക്കാരെ മുസ്ലിങ്ങളെ പ്രാതിനിധ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾ പോലുമില്ല. രാജ്യസഭയ്ക്കകത്ത് 37 മുസ്ലിം MP-മാർ വേണ്ടടുത്ത് 13 പേർ മാത്രമാണ്. ലോക്സഭയ്ക്കകത്ത് 80 മുസ്ലിം MP-മാർ വേണ്ടടുത്ത് 24 മുസ്ലിം MP-മാർ മാത്രമാണ്. കേരള നിയമസഭ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പീക്കറും 2 മന്ത്രിമാരും മാത്രമാണുള്ളത്. ഇന്ത്യക്കകത്തെ 15 സംസ്ഥാനങ്ങൾക്കകത്ത് ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്നുള്ളത് നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള എവിഡൻസ് ആണ്. ഇനി ആരാണ് ഈഴവരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും സീറ്റുകൾ തട്ടിയെടുക്കുന്നത്? വളരെ കൃത്യമായി ഇന്ത്യക്കകത്തെ, കേരളത്തിനകത്തെ സവർണ സമുദായങ്ങളാണ് ഇത് തട്ടിയെടുക്കുന്നത്. കേരളത്തിനകത്ത് ജനസംഖ്യാ പ്രാതിനിധ്യത്തിന് അപ്പുറത്തേക്ക് 5 നായർ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായപ്പോൾ, 2 മുന്നോക്ക ക്രൈസ്തവ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായപ്പോൾ മുസ്ലിം സമുദായത്തിൽ 1, ഈഴവ സമുദായത്തിൽ നിന്ന് 3. ഇതെന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന സംഘപരിവാർ അടക്കമുള്ള സംഘടനകൾ പ്രശ്നവൽക്കരിക്കാത്തത്? കേരളത്തിന്റെ മിനിസ്റ്റർമാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 11.9% മാത്രം ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള നായർ സമുദായത്തിൽ നിന്ന് 116 എണ്ണം, അതായത് 147.53% ഇരട്ടിയാണ് നായർ മന്ത്രിമാരുടെ പ്രാതിനിധ്യം. 0.5% മാത്രമുള്ള ബ്രാഹ്മണരിൽ നിന്ന് 7 മന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത്. 255.33% അധിക പ്രാതിനിധ്യമാണുള്ളത്. മുന്നോക്ക ക്രൈസ്തവർക്ക് 55.10% അധിക പ്രാതിനിധ്യം നൽകുന്നു. പട്ടികജാതിക്കാരുടെ എണ്ണം വരുന്ന സമയത്ത് 49.80% കുറവ്. പട്ടികവർഗത്തിന്റെ കാര്യം വരുമ്പോൾ 82% കുറവ്. ഈഴവരുടെ സ്ഥാനം വരുന്ന സമയത്ത് 24% കുറവ്. മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോഴോ 26.56% ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള മുസ്ലിങ്ങളിൽ നിന്ന് 37.89% മാത്രമാണ് കുറവ്. ഇനി നമുക്ക് ജുഡീഷ്യറി എടുത്തു നോക്കാം. ഭാരത് ആൻഡ് ബെഞ്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആർട്ടിക്കിൾ പ്രകാരം 1980 വരെ ഒരു SC/ST OBC വിഭാഗത്തിൽ നിന്ന് ഒരു ജഡ്ജ് പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. 1988 വരെ 50% ബ്രാഹ്മണരാണ് അവിടെ ജുഡീഷ്യറി നിർണയിച്ചത്. 2023 എത്തുമ്പോഴേക്കും 36% സിറ്റിംഗ് ജഡ്ജിമാർ നേരത്തെ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സഖ്യമാണ് എന്ന് പറഞ്ഞാൽ അല്ല ദിനു, ഇവിടെ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സഖ്യത്തിൽ ഈ കണക്കിന് പ്രസക്തി ഉണ്ടോ? സഖ്യകാലമാണ് അത് വെള്ളാപ്പള്ളിയും NSSും എത്രത്തോളം ചേർന്നു എനിക്കറിയില്ല. എന്ന് പറയുമ്പോ
അതെ, ഹിന്ദു ഒന്ന് ഉണരാൻ വേണ്ടി പറയുന്ന സമയത്ത് ഇതിനകത്ത് സെൻസസിന് ശേഷം പെട്ടിട്ടുള്ള SC ST വിഭാഗത്തിനോ ഈഴവർക്കോ പ്രാതിനിധ്യം കൊടുത്തു ഉണരുന്ന കാര്യമല്ല പറയുന്നത്. ദേവസ്വം ബോർഡ് കേരളത്തിനകത്ത് നടത്തുന്ന കോളേജുകളിലടക്കം 90% സവർണർക്ക് മാത്രം സീറ്റ് ലഭിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടിയിട്ട് RSSനോ BJPക്കോ സാധിക്കാത്തതെന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ഇത് വളരെ കൃത്യമായിക്കൊണ്ട് ഇസ്ലാമോഫോബിയ വിതറിക്കൊണ്ട് മുസ്ലിം അപരവൽക്കരണം നടത്തുക എന്നുള്ളതിന് മാത്രമുള്ള തന്ത്രമാണ്. നമ്മുടെ മുന്നിലുള്ള ഇനി RV ബാബുവും ഈ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ചെയ്യേണ്ടത് OBC ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ നാഷണൽ കമ്മീഷൻ ആണല്ലോ, OBC കമ്മീഷൻ ആണല്ലോ, BJPയുടെ ആളുകൾ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് ഒരു കത്ത് എഴുതുക, കേരളത്തിലെ മാപ്പിള വിഭാഗത്തിനെ, മുസ്ലിം വിഭാഗത്തിനെ OBC വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഒരു കത്ത് അയക്കുന്നേ, സാമുദായിക സെൻസസ് നടത്തത്രയെന്ന് വളരെ കൃത്യമായി. അണ്ടർ റെപ്രസെന്റേഷൻ ഇൻ സെൻട്രൽ ഗവൺമെന്റ്, സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്, എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ്നെസ്, ഇത് പ്രകാരമാണ് OBC വിഭാഗത്തിലെ ഒരു സമുദായത്തെ ആ പട്ടികയിൽ പെടുത്തുന്നത്. അതിൽ നിന്ന് എടുത്തൊഴിവാക്കാനും നിങ്ങളുടെ നാഷണൽ OBC കമ്മീഷൻ അധികാരമുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ള യുക്തിപരമായിട്ടുള്ള ഒരു രേഖ പോലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാക്കിയുള്ള ഒരു രേഖ പോലും മുസ്ലിം വിഭാഗത്തിന് അമിത പ്രാതിനിധ്യം എന്നുള്ളത് കാണിക്കുന്നില്ല. മറിച്ച് നായർ, സിറിയാനി, ക്രിസ്ത്യാനി, ബ്രാഹ്മിൺ വിഭാഗത്തിനാണ് ഇവിടെ അമിത പ്രാതിനിധ്യം കൊടുക്കുന്നത്. ഈ ഒളിഗാർക്കിയെ തച്ചുടച്ചുകൊണ്ട് എല്ലാ സമുദായങ്ങൾക്കും അർഹമായ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. മറിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ തലയിൽ കയറ്റിവെച്ചുകൊണ്ട് ഈ രീതിയിൽ മുസ്ലിം വിഭാഗത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമമല്ല നടത്തേണ്ടത്. ഇത് ശ്രീനാരായണീയനല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നും അദ്ദേഹം ഒരു RSS കാര്യവാഹകന്റെ നിലയിലേക്ക് താഴ്ന്നു എന്നുള്ള ഒരു കാര്യം ഞാനിവിടെ ഉറച്ചു പറയാം.